അടുത്ത് വീണ് അലീന. അങ്ങനെ മഴ തോരും മുമ്പേൽ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ വൈജയന്തിയുമായിട്ടുള്ള യുദ്ധത്തിൽ ബാലചന്ദ്രൻ ഏർപ്പെടുകയാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അതായത് വൈജയന്തിയോട് ബാലേന്ദ്രൻ പറയുകയാണ്, നിൻ്റെ തോന്നിവാസങ്ങളെല്ലാം നിർത്തിയേ മതിയാവുകയുള്ളൂ. നീ ഒരു നല്ല ഭാര്യയായി തുടരുന്നതാണ് നിനക്ക് നല്ലത് എന്ന് ബാലേന്ദ്രൻ പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. എന്താ ബാലേന്ദ്ര, ഞാനിപ്പോൾ നല്ലതല്ലേ എന്ന് ബബിത എന്ന് വൈജയന്തി ചോദിക്കുകയാണെന്ന് കാണാം. നീ എങ്ങനെയാടി നല്ലതാകുന്നത്? നിനക്ക് അതിൻ്റേതായ വല്ല ചിന്താഗതിയോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. നിന്നെപ്പോലെ ഒരു ഭാര്യയെ ലഭിച്ച എൻ്റെ വിധിയാണ്, എൻ്റെ ശാപമാണ് എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ, പിന്നെ നിങ്ങൾ എന്നെ എന്തുകൊണ്ടാണ് ഭാര്യയായിട്ട് കാണാത്തത് എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ നീ എൻ്റെ അനുമതിയോട് കൂടിയാണോ ഇവിടെ നിന്ന് പോയത്? അല്ലല്ലോ. നീ തിരിച്ചു വന്നത് എന്നോട് ചോദിച്ചിട്ടുമാണോ? അതുമല്ലല്ലോ. നീ മുൻപേ എൻ്റെ ജീവിതത്തിൽ നിന്നും പോയി കഴിഞ്ഞിരിക്കുകയാണ്. നീ വെറും ഭൂതമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നത് കാണാൻ കഴിയുന്നു. ഇതേ സമയം വൈജയന്തി ആകെ ഇല്ലാതായി പോകുന്ന മാതിരി വൈജയന്തിക്ക് തോന്നുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. വേലക്കാരിയുടെ മുൻപിൽ തല താഴ്ത്തി നാണം കെട്ട് വൈജയന്തി നിൽക്കുകയാണ് എന്നും കാണാൻ കഴിയുന്നു. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുട്ടികളെയൊക്കെ കൊണ്ട് ബാലചന്ദ്രൻ എവിടേക്ക്, ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാനായി പോവുകയാണ് എന്ന് കാണാം. അങ്ങനെ അവർ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കാണാൻ കഴിയുന്നു. ഇവിടെ സ്റ്റാലിയണെങ്കിൽ നമ്മുടെ അലീനയെ പ്രിൻസസ്സായിട്ട് വാഴിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. സ്റ്റാലിയുടെ കൊട്ടാരത്തിലെ പ്രിൻസസ് എന്ന് നമ്മുടെ സ്റ്റാലി തന്നെ അലീനയെ അങ്ങനെ അഭിസംബോധന ചെയ്യുകയാണ്. മദ്യലഹരിയിലാണ് അലീന എന്ന് അലീനയല്ല, നമ്മുടെ സ്റ്റാലി എന്ന് കാണാൻ കഴിയും. തുടർന്ന് നമ്മുടെ അലീനയാണെങ്കിൽ സ്റ്റാലി ഇങ്ങനെ മദ്യപിച്ച് ഒച്ചയുണ്ടാക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. തൻ്റെ പപ്പ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാക്കില്ല എന്ന് തിരിച്ചറിയുകയാണ് അലീന എന്നും കാണാം. അതുകൊണ്ട് തന്നെ പപ്പയ്ക്ക് വേണ്ടി അലീന പ്രാർത്ഥന എത്തിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക. കൂടാതെ പപ്പയോടുള്ള ഒരുപാട് സ്നേഹമുള്ളത് കൊണ്ട് തന്നെ പപ്പയെ മദ്യത്തിൽ നിന്നും എങ്ങനെയെങ്കിലും മോചിപ്പിച്ചെടുക്കണമെന്ന് അലീന ചിന്തിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീന അതിനായിട്ട് ഓരോ കണക്കുകൂട്ടലുകളും ഓരോ കാര്യങ്ങളും ചെയ്ത് തുടങ്ങുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതിനായിട്ട് അലീന മുന്നോട്ട് തന്നെ ചവിട്ട് കയറുകയാണ് എന്ന് കാണാൻ കഴിയും. തന്നെ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്ന തൻ്റെ പപ്പയെ താനും കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട് എന്ന് അലീന തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റാലിനെ തൻ്റെ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് അലീന ശ്രമിക്കുകയാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ വല്യപ്പച്ചനോടും അലീന സംസാരിക്കുന്നുണ്ട്. കാരണം വല്യപ്പച്ചനിപ്പോൾ മദ്യപിക്കുന്നില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. വല്യപ്പച്ചനാണെങ്കിൽ വളരെ അധികം അലീനയോട് സ്നേഹമുള്ളത് കൊണ്ട് തന്നെ മദ്യപാനം വല്യപ്പച്ചൻ നിർത്തിയിരിക്കുകയാണ്. തുടർന്ന് നമ്മുടെ അലീനയാണെങ്കിൽ വല്യപ്പച്ചനോട് കാര്യം അവതരിപ്പിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നു. ഇതേ സമയം വല്യപ്പച്ചൻ ശരിവെക്കുകയാണ് അലീനയുടെ തീരുമാനത്തെ, സ്റ്റാലിനെ മാറ്റിയെടുക്കാനുള്ള തീരുമാനത്തെ. ഇതേ തുടർന്ന് അലീന സ്റ്റെപ്പ് കയറുന്നതിൻ്റെ ഇടയിൽ തെന്നിയോ മറ്റോ വീഴുന്നുണ്ട് എന്ന് തോന്നുന്നു പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ.
അപ്പോഴെങ്കിലും സ്റ്റാലിൻ്റെ ഇതിൽ മാറ്റം വരുമോ എന്നൊക്കെ കണ്ട് തന്നെ കാണണം കേട്ടോ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാനായിട്ട് ശ്രദ്ധിക്കണേ.